ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മൾ കവർ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ നടന്ന ആ ഒരു ഫ്ലൈറ്റ് ദുരന്തം. ഈ ബോയിങ് 787 എന്ന് പറഞ്ഞ ഈ കാറ്റഗറി വിമാനത്തിൽ 2 എഞ്ചിൻ ഉണ്ട്. അഥവാ ഒരു എഞ്ചിൻ ഫെയിലിയർ ആയാൽ പോലും, അതായത് ഈ പറയുന്ന പോലെ പക്ഷി ഇടിച്ചു, അങ്ങനെ എഞ്ചിൻ ഫെയിലിയർ ആയി എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ തന്നെയും മറ്റൊരു എഞ്ചിൻ എഫക്റ്റീവ് ആയിട്ടുള്ള സ്ഥിതിക്ക് ലാഗ് ചെയ്ത് അത് ശരിക്കും സ്ലോ ഡൗൺ ചെയ്ത് അത് എവിടെയെങ്കിലും ലാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുങ്ങേണ്ടതാണ്. പക്ഷെ അത് എന്തുകൊണ്ടോ ആ ഒരു സാഹചര്യം ഒരുങ്ങിയില്ല. അതിന് പകരം ശരിക്കും പറഞ്ഞാൽ പ്രൊപ്പൽഷൻ ഫെയിലിയർ എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. ഈ പ്രൊപ്പൽഷൻ ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ബ്ലാക്ക് ബോക്സ് ഒക്കെ കണ്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന്റെയൊക്കെ വിശദ വിവരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ബോയിങ് 787 ഡ്രീം ലൈനർ കാറ്റഗറിയിൽ പെടുന്ന വിമാനം ഇങ്ങനെ ഒരു ദുരന്തത്തിൽ പെടുന്നത് ആദ്യമായിട്ടാണ്. 737 അതായത് ബോയിങ് 737 മാക്സിന്റെ കാറ്റഗറിയിൽ പെടുന്ന വിമാനങ്ങളുണ്ട്. അതൊക്കെ കുറെ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതിന്റെ ഹിസ്റ്ററി ഒക്കെ ഉണ്ട് ഓൾറെഡി. പക്ഷേ ഈ ഒരു 787 എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്ന വിമാനം ഇത് ആദ്യമായിട്ടാണ്. ടാറ്റയുടെ തലപ്പത്തിരിക്കുന്ന ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് മരണപ്പെട്ട ആൾക്കാരുടെ പേരിൽ 1 കോടി രൂപ കൊടുക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. മരണപ്പെട്ട ഒരാളുടെ പേരിൽ ആ കുടുംബത്തിന് 1 കോടി രൂപ കൊടുക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും ആ ദുരന്ത വാർത്ത അങ്ങനെ നമ്മൾ അവസാനിപ്പിച്ചിട്ട് നമ്മൾ അടുത്ത വിഷയങ്ങളിലേക്ക് പോവാണ്. അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇന്നലെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെല്ലാം തന്നെ നോക്കിയിരുന്നത്, ആകാംക്ഷയോടെ നോക്കിയിരുന്നത് ചൈനയുടെയും അമേരിക്കയുടെയും ഒരു ട്രേഡ് ടോക്ക് നടന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും അമേരിക്കയുടെ സ്റ്റോക്ക് മാർക്കറ്റ് ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്നലെ കുറച്ച് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഉയർന്നത് പോലെ നമുക്ക് തോന്നി. അങ്ങനെ തോന്നിയെങ്കിലും ഇസ്രായേൽ ഇറാന്റെ മേളിൽ ബോംബിട്ടത് കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെ തന്നെ സ്റ്റോപ്പായി. ഇനിയിപ്പോ താഴോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ കണ്ടുവരുന്നത്. സ്വർണത്തിന്റെ വില കുത്തനെ കൂടാണ്. ഇനിയിപ്പോ ഏറ്റവും ബെസ്റ്റ് സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. കാരണം സ്വർണ്ണ വില കുത്തനെ കൂടുകയാണ്. 22 ക്യാരറ്റ് സ്വർണത്തിന് 9,295 രൂപയും 24 ക്യാരറ്റ് സ്വർണത്തിന് 10,145 രൂപയുമാണ്. അതാണ് സ്വർണത്തിന്റെ വില. സ്വർണ്ണ വില ഇനിയും കൂടാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതുപോലെ ഓയിൽ പ്രൈസും ചെറുതായിട്ട് 10% കൂടിയിട്ടുണ്ട്, ക്രൂഡ് ഓയിലിന്റെ പ്രൈസ്. അതുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ ഒപ്പക്കിലുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട രാജ്യങ്ങളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. കാരണം മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട രാജ്യങ്ങൾ ഇപ്പോൾ അടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇസ്രായേൽ ബോംബിട്ടത് കൊണ്ട് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഷിയ ബേസ്ഡ് കൺട്രീസ് എല്ലാം തന്നെ വളരെ ദുഃഖത്തിലാണ്. പക്ഷേ സുന്നി ബേസ്ഡ് കൺട്രീസ് എല്ലാം നല്ല ഹാപ്പിയിലാണ്. കാരണം ഈ ഒരു ഓയിലിന്റെ 10% കൂടിയത് അവരെ കുറച്ചുകൂടെ ഹാപ്പി ആക്കിയിട്ടുണ്ട്. ഗൾഫ് മേഖലയിൽ നിർണായകമായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, കുവൈറ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം സ്വദേശവൽക്കരണത്തിലേക്ക് മാറുകയാണ്. ഈ സ്വദേശവൽക്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫ് മേഖലയിൽപ്പെട്ട രാജ്യങ്ങൾക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അത് ലോങ് റണ്ണിൽ അവർ ചിന്തിക്കുന്നില്ല. കാരണം ഈ ഗൾഫ് മേഖലയിൽ കിടക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് ആണ്. NRI കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വ്യക്തികൾ എന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ ജോലി അന്വേഷിച്ച് പുറത്തു പോയി താമസിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഗൾഫിൽ UAE അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ അല്ലെങ്കിൽ കുവൈറ്റിൽ ഒരു ഫാമിലി താമസിക്കുന്ന വെച്ചോ. ഫോർ എക്സാമ്പിൾ ഒരു നേഴ്സിന്റെ ഫാമിലി തന്നെ എടുക്കാം. ഒരു നേഴ്സ് പോയി ജോലി ചെയ്യുന്നു, ഹസ്ബൻഡിനെ കൊണ്ടുപോകുന്നു, ജോലി മേടിച്ചു കൊടുക്കുന്നു, അവിടെ കുടുംബമായിട്ട് താമസിക്കുന്ന സമയത്ത് അവർ റെന്റിന് വീടെടുക്കുന്നു. അങ്ങനെ റെന്റൽ ഇനത്തിൽ അവർ അവിടെ പേയ്മെന്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ മറ്റു പല കാര്യങ്ങൾക്കും വിസയുടെ പേയ്മെന്റ്, സ്കൂൾ ഫീസ്, കുട്ടികളെ അവിടെ വളർത്തുന്നു. അപ്പൊ അവിടെ ഒരു കമ്മ്യൂട്ട് ക്രിയേറ്റ് ആവുകയാണ്. അപ്പൊ ആ കമ്മ്യൂണിറ്റി ഇതേപോലത്തെ കമ്മ്യൂട്ട് ക്രിയേറ്റ് ആകുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗൾഫ് രാജ്യങ്ങളുടെ വരുമാനത്തിന്റെ സോഴ്സ് തന്നെ. അല്ലെങ്കിൽ ഇപ്പൊ ഗൾഫിൽ പോയിട്ട് ഇപ്പം ഇതേ സമയം ഗൾഫിൽ സംഭവിക്കുന്നത് എന്താണ്? ഗൾഫിൽ വേറെ മലയാളികൾ പോകുന്നുണ്ട്, ബിസിനസ് കാറ്റഗറിയിൽപ്പെട്ട മലയാളികൾ. ശരിക്കും പറഞ്ഞാൽ മലബാർ മേഖലയിലുള്ള ആൾക്കാരെല്ലാം തന്നെ അവിടെ കച്ചവടം നടത്താനാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ശരിക്കും അവിടെ ഒരു റെസ്റ്റോറന്റോ അല്ലെങ്കിൽ അവിടെ ഒരു റെസ്റ്റോറന്റോ അല്ലെങ്കിൽ അവിടെ തുണിക്കടയോ ഇങ്ങനത്തെ ചെറിയ കടകൾ, ചെറിയ കടകളാണ് അവിടെ. ചെറിയ സ്ക്വയർ ഫീറ്റിൽ 100 സ്ക്വയർ ഫീറ്റ്, 40 സ്ക്വയർ ഫീറ്റ്, 50 സ്ക്വയർ ഫീറ്റ് കടകൾക്കൊക്കെയാണ് നല്ല ഭീമമായ വാടകയൊക്കെ കൊടുത്ത് റെന്റിനെടുത്ത് കച്ചവടം നടത്തുന്നത്. അങ്ങനെ നടത്തുന്ന സമയത്ത് ഈ ജോലിയില്ല എന്ന് പറഞ്ഞിട്ട് സ്വദേശവൽക്കരിക്കുന്നു പറഞ്ഞിട്ട് ഈ പ്രവാസികളെയൊക്കെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരാണ്? അറബികൾ മാത്രം ഈ കട നടത്തുവോ? അറബികൾ ചായ കട നടത്തുവോ? അറബികൾ തയ്യക്കട നടത്തുവോ? അറബികൾ നേഴ്സായിട്ട് പോയിട്ട് പരിചരിക്കാൻ പോവോ? അറബികൾ ഹോം നേഴ്സായിട്ട് പോവോ? അപ്പൊ ഇതൊക്കെ വളരെ ചോദ്യചിഹ്നമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇൻഷുറൻസ് മേഖലയിൽ UAE കംപ്ലീറ്റ് ആയിട്ട് ആൾക്കാരും പിരിച്ചുവിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഇനി ഇൻഷുറൻസ് കമ്പനികൾ ഹയർ ചെയ്യുന്നത് എല്ലാം തന്നെ ലോക്കൽസ് ആയിരിക്കണം. അങ്ങനെ ഒരു നിയമം വരുന്നുണ്ട്. അതുപോലെ തന്നെ UAE വീണ്ടും വരുന്ന ഒരു നിയമം എന്ന് പറഞ്ഞാൽ 2 എംപ്ലോയി വെച്ചിരിക്കുന്ന ആൾക്കാർ പോലും ഒരു ലോക്കലിനെ ഹയർ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ നിയമം വരാണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ. അത് 2 എംപ്ലോയി മുതൽ 15 എംപ്ലോയി വരെ വെച്ചിരിക്കുന്ന ആൾക്കാർ വരെ ഇനി ലോക്കൽസിനെ ഹയർ ചെയ്തിരിക്കണം, മിനിമം ഒരു ലോക്കലിനെ. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്കും എല്ലാം തന്നെ CEO മാനേജർ കാറ്റഗറിയിലാണ് ഹയർ ചെയ്യേണ്ടത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കാൻ പോകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല. ശരിക്കും ഷോർട്ട് ടൈമിൽ അവർക്ക് ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാകത്തില്ല. ലോങ് റണ്ണിൽ ഇത് ശരിക്കും ആ രാജ്യത്തിന്റെ എംപ്ലോയ്മെന്റ് മാർക്കറ്റിനെ തന്നെയും അതുപോലെ തന്നെ ട്രേഡ്, ആ രാജ്യത്തിന്റെ പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ മറ്റുള്ള വ്യാപാര മേഖലകളിൽ ഇത് നല്ല രീതിയിലുള്ള ഇമ്പാക്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഇന്ത്യൻ കൊമേഴ്ഷ്യൽ മിനിസ്റ്റർ പീയൂഷ് ഗോയൽ ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഉള്ള കാർ മാനുഫാക്ചറേഴ്സ് എല്ലാം തന്നെ ചൈനയെടുത്ത് പോയിട്ട് എങ്ങനെയും സംസാരിച്ച് മാഗ്നറ്റ് സപ്ലൈ, റെയർ എർത്ത് മിനറൽ കാറ്റഗറിയിൽപ്പെട്ട സാധനങ്ങളുമൊക്കെ ഇന്ത്യക്കുള്ളിൽ ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
ഒരു റിക്വസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് പ്രഷർ ഇടുന്നുണ്ട്. പീയൂഷ് ഗോയൽ ചൈനീസ് റെപ്രസെന്റേറ്റീവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അത് സക്സസ്ഫുൾ അല്ല. അത് ചൈന പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് കുറച്ചുകൂടെ താമസമുണ്ട്, ഇച്ചിരി ടൈം ഒക്കെ എടുത്തിട്ടേ അതൊക്കെ ഡെലിവറി ചെയ്യാൻ പറ്റൂ. അല്ലാതെ ഇപ്പൊ ഉടനെ തന്നെ, അതായത് ഒഫീഷ്യലി ഇന്ത്യക്ക് ബാൻ ഉണ്ടെന്നല്ല അവർ അറിയിച്ചിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് അതിന് കുറച്ച് ഷോർട്ടേജ് ഉണ്ട്. ഷോർട്ടേജ് ഒന്നുമില്ല. അത് ഇന്ത്യക്ക് അവര് അമേരിക്കൻ വാഹനങ്ങൾ ഇന്ത്യക്കുള്ളിൽ ഇറക്കാൻ വേണ്ടിയിട്ട് 15% നമ്മൾ ടാക്സ് നിജപ്പെടുത്തിയിരുന്നു. ഈ ഡ്യൂട്ടി 15% നമ്മൾ കുറച്ചിട്ടുണ്ടായിരുന്നു. അതായത് 110% ഉണ്ടായിരുന്ന താരിഫാണ് നമ്മൾ കുറച്ചിട്ട് 15% ആക്കിയത്. എന്നിട്ടും ഇലോൺ മസ്ക് ഇന്ത്യക്കുള്ളിൽ വന്നില്ല. കാരണം ഇലോൺ മസ്കിന്റെ ആ ഒരു മീറ്റിംഗ് അമേരിക്കയിൽ നടന്നതിനെ തുടർന്നാണ് ഈ ഇലക്ട്രിക് വാഹനങ്ങൾ ടെസ്ല വരും എന്നുള്ള പേരിൽ ഇതിന്റെ താരിഫും കുറച്ചത്. എന്നിട്ട് ഇലോൺ മസ്ക് വന്നില്ല. ഇലോൺ മസ്ക് തന്നെ പല പ്രശ്നങ്ങളും കൊണ്ട് അവിടെ നടക്കുകയാണ്. അതിന്റെ പുറകെ തന്നെ ടെസ്ലയുടെ സ്റ്റോക്ക് ഒക്കെ കുത്തനെ താഴെ വീഴും നമ്മൾ കണ്ടതാണ്. അപ്പൊ എന്തായാലും ഈ സ്ഥിതിഗതികൾ ഇങ്ങനെ ഇരിക്കെ ചൈന ഇപ്പം എന്തായാലും ഇന്ത്യക്ക് മാഗ്നറ്റ് കയറ്റി അയക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ എന്തെങ്കിലുമൊക്കെ നെഗോസിയേഷൻ പോയിന്റ് കണ്ടിട്ടുണ്ടാവും. ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടക്കുമ്പോഴത്തേക്കായിരിക്കും ഇതിലേക്ക് ഒരു തീരുമാനം വരുന്നത്. പിന്നെ ഇസ്രായേൽ ഇങ്ങനെ ഇറാനിലേക്ക് ആക്രമണം നടത്തിയതിനെ തുടർന്ന് ഇറാൻ ശരിക്കും എന്തൊരു ഹെൽപ്ലെസ് സിറ്റുവേഷനാണ് നിൽക്കുന്നത് ഇപ്പം. കാരണം അവർക്ക് കൃത്യമായി ഏത് തരത്തിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിനെ എങ്ങനെ അറ്റാക്ക് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ഒരു ധാരണയില്ല. ശരിക്കും പറഞ്ഞാൽ ചൈന ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. റഷ്യ അതുപോലെ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അപ്പൊ ചൈന, ഇറാൻ, റഷ്യ ഈ മൂന്നും കൂടെ ചേർന്ന ഒരു ആക്സിസ് രൂപപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇസ്രായേൽ തുടരെ ആക്രമണം നടത്തും. ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇതുവരെ നിർത്തിയിട്ടില്ല, ഞങ്ങൾ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ അതായത് തുടരെ സിറിയയിൽ എങ്ങനെയാണ് ഇസ്രായേൽ പെരുമാറിയത്, ലെബനന്റെ ഉള്ളിൽ എങ്ങനെയാണ് പെരുമാറിയത്, അതേ രീതിയിലുള്ള ഒരു ഫ്രീ സ്പേസ് കിട്ടിയിരിക്കുകയാണ് ഇസ്രായേലിന്. ശരിക്കും പറഞ്ഞാൽ ഇറാന്റെ ഉള്ളിൽ തലങ്ങും ആക്രമണം നടത്താൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും ഇസ്രായേലിന്റെ കയ്യിൽ ഇറാൻ പെട്ടിരിക്കുകയാണ്. അതാണ് അവസ്ഥ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വലിയ തലകളൊക്കെ ഇസ്രായേൽ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഒക്ടോബർ 7 ആക്രമണം നടത്തിയതിനെ തുടർന്ന് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഇറാൻ റെജിമെന്റിന് ഉണ്ടായ ക്ഷീണം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. കാരണം ഒരുപാട് ആൾക്കാർ, ഞാനിപ്പം നമ്പർ ഓഫ് പീപ്പിൾ ഞാൻ ലിസ്റ്റ് ചെയ്യുന്നില്ല, ഇസ്മായിൽ ഖാനിയ മുതൽ യഹ്യ സിൻവർ തൊട്ട് ഇറാനെ ആരൊക്കെ പിന്തുണച്ചിരുന്നോ അതിൽ സുപ്പീരിയർ ഹെഡുകൾ കംപ്ലീറ്റ് ഇസ്രായേൽ തൂത്തുവാരി പറക്കി കളഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പം ഇറാന് ഒരു നിലനിൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചൈനയും റഷ്യയും നിരുപാധികം ഇറാന്റെ പുറകെ നിൽക്കണം, ഇറാനെ സപ്പോർട്ട് ചെയ്യണം, ഇറാനെ ബാക്കപ്പ് ചെയ്യണം. അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇറാന്റെ മേലിൽ തുടരെ ആക്രമണം നടന്നുകൊണ്ടിരിക്കും. ലെബനൻ പോലെ, സിറിയയെ പോലെ, ഇറാഖിനെ പോലെ ആയിത്തീരാനുള്ള സാധ്യത ഇറാനിൽ നമ്മൾ കാണുന്നുണ്ട്. റഷ്യക്കും ചൈനയ്ക്കുമാണ് ഇതിനകത്ത് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അത് ഇറാൻ പ്രതീക്ഷിക്കുന്നുമുണ്ട്. റഷ്യയും ചൈനയും എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ഉള്ളിൽ ഇന്റർണൽ ആയിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ടാവും. പക്ഷെ എന്തായാലും ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വരുന്നില്ല. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പം നിഫ്റ്റി കംപ്ലീറ്റ് താഴോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. റിലയൻസ്, ഏഷ്യൻ പെയിന്റ്സിന്റെ സ്റ്റോക്കുകൾ വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ നിലനിൽക്കുന്ന ആ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ആ ഒരു പ്രൈസിൽ തന്നെ വിറ്റ് കളയാം എന്നുള്ള തീരുമാനത്തിലാണ് റിലയൻസ് ഇപ്പൊ വിൽക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഏഷ്യൻ പെയിന്റ്സിന്റെ സ്റ്റോക്കാണ് ഇപ്പൊ താഴോട്ട് പോകാൻ പോകുന്നത്. ഏഷ്യൻ പെയിന്റിന്റെ സ്റ്റോക്ക് ഇപ്പൊ താഴോട്ട് പോകുന്നെങ്കിൽ ആരായിരിക്കും ഇതിങ്ങനെ സ്റ്റോക്ക് കുറയുമ്പോഴേ ഇപ്പൊ ഒരാൾ മേടിക്കുമ്പോൾ നഷ്ടക്കച്ചവടം വരുമല്ലോ. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത് തന്നെയാണ് പരിപാടി. അപ്പൊ അങ്ങനെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ആരാണെന്ന് വെച്ചാൽ ഒന്നും മേടിക്കണ്ട, പൊതുജനങ്ങളുടെ തലയിൽ തന്നെയാണ് വെച്ച് കെട്ടാൻ പോകുന്നത്. SBI മ്യൂച്വൽ ഫണ്ട്, LIC മ്യൂച്വൽ ഫണ്ട്, ഈ 2 മ്യൂച്വൽ ഫണ്ടിലെ ആൾക്കാരുമാണ് ഈ ഏഷ്യൻ പെയിന്റ്സിന്റെ മേടിക്കാൻ പോകുന്നത്. ഇത് റിലയൻസ് ബുദ്ധിപൂർവ്വം നടത്തുന്ന നീക്കമാണെങ്കിലും ഇത് പൊതുജനങ്ങളുടെ മേഖലയിൽ, അതായത് ഇപ്പം SBI മ്യൂച്വൽ ഫണ്ട്, LIC മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ പബ്ലിക് ഫണ്ടാണ്. ആ പബ്ലിക് ഫണ്ട് വെച്ച് ഇതൊരു പ്രൈവറ്റ് ഓണറിന്റെ ഫണ്ടും അല്ല. ഈ പബ്ലിക് മ്യൂച്വൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഏഷ്യൻ പെയിന്റ്സിനെ ഇപ്പൊ മേടിക്കാൻ പോകുന്നത്, ഏഷ്യൻ പെയിന്റ്സിന്റെ സ്റ്റോക്ക് മേടിക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഈ SBIയിലും LICയിലൊക്കെ സാധാരണക്കാരുടെ പൈസയാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റിൽ കിടക്കുന്നത്. എന്റെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടുകൾ മേടിക്കാതിരിക്കുക, അതാണ് നല്ലത്. ഹൈ റിസ്ക് എടുക്കുന്ന ആൾക്കാരുണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആക്റ്റീവ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ മേടിക്കാതിരിക്കുക, അതാണ് നല്ലത്. പാസീവ് ഫണ്ടുകളിലേക്ക് പോകുന്നതായിരിക്കും ഇപ്പൊ തൽക്കാലം നല്ലത്. കാരണം കുറെ കാലം കൊണ്ടേ ഇപ്പം യുദ്ധങ്ങൾ കുറെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മേജർ ആയിട്ടുള്ള ഇൻകം ഉണ്ടാക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെയും ഇപ്പൊ ക്രൈസിസിലാണ്. അമേരിക്ക ആയിക്കോട്ടെ, ട്രംപ് വന്നതിന് ശേഷം ഫുൾ വോളറ്റൈലാണ്. അതുപോലെ റഷ്യ സൈഡിലായിക്കോട്ടെ ആ രീതിയിലാണ്. ചൈനയും ഈ ഒരു താരിഫ് ഇമ്പാക്റ്റിൽ കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇന്ത്യയാണ് കുറച്ച് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ ഒരു ഇസ്രായേൽ ഇറാൻ യുദ്ധം വന്നതോടുകൂടി ഏവിയേഷൻ മേഖല മൊത്തത്തിൽ താഴ്ന്നിരിക്കുകയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികൾക്കെല്ലാം തന്നെ ഇൻവെസ്റ്റ്മെന്റുകൾ വളരെ കുറവാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ അവർ ലോ പെർഫോമൻസ് ആണ്. ഇനിയിപ്പോ മിഡിൽ ഈസ്റ്റിൽ ഇപ്പൊ അൺസർട്ടനിറ്റിയാണ്, ഇന്ന് നാളെ ഇനിയിപ്പോ തുടർന്ന് അൺസർട്ടനിറ്റി തന്നെയാണ്. ഏവിയേഷൻ മേഖലയിൽ ഒരുപാട് ഫ്ലൈറ്റുകൾ ഇനി റീറൂട്ട് ചെയ്ത് പോകേണ്ട അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ അവർക്ക് ഒരുപാട് എക്സ്പെൻസസ് കൂടും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. മൊത്തത്തിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ പെർഫോമൻസ് ആണ്. ടാറ്റ പറഞ്ഞിരിക്കുന്നത് 2030 ശേഷം നമുക്ക് മാഗ്നറ്റ് ഇല്ലാത്ത രീതിയിൽ EV കാർ ഉൽപ്പാദിപ്പിക്കാനുള്ള റിസർച്ച് വർക്കുകൾ പുരോഗമിക്കുകയാണ്. 2030 കഴിഞ്ഞ് 2030, 31, 35 നമുക്ക് മാഗ്നറ്റ് ഇല്ലാതെ തന്നെ EV കാർ മാർക്കറ്റിൽ ഇറക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
അങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ വളരെ നല്ലത്. ഇനിയിപ്പോ പോയി ചൈനയുടെ കാല് പിടിക്കണ്ടല്ലോ, മാഗ്നറ്റ് തരുവോ എന്ന് പറഞ്ഞുകൊണ്ട്. അമേരിക്കയ്ക്കും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനും ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ട്രംപ് ഇപ്പൊ പറയുന്നത് വെച്ചാൽ ഇനി നടക്കാൻ പോകുന്ന ആക്രമണം ഇതിലും ക്രൂരമായിരിക്കും. അപ്പൊ അതുകൊണ്ട് മര്യാദയ്ക്ക് ഞായറാഴ്ച വന്ന് ന്യൂക്ലിയർ ഡീലിൽ ഒപ്പിടുന്നത് ഇറാന് വളരെ നല്ലതായിരിക്കും എന്നുള്ളൊരു ഉപദേശം ഇറാന് കൊടുത്തിരിക്കുകയാണ്. അമേരിക്കയ്ക്കും ഇസ്രായേൽ ഇറാന്റെ മേലിൽ നടത്തിയ ആക്രമണത്തിനും ഒരു ബന്ധവുമില്ല എന്നാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാല് ഈ ആക്രമണം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നടത്തിയത്. കാരണം എല്ലാവരും വിചാരിച്ചത് ഞായറാഴ്ചയ്ക്ക് ശേഷം, അതായത് ഇറാൻ അമേരിക്ക ഞായറാഴ്ച ഒരു ചർച്ച നടക്കും, അത് കഴിഞ്ഞിട്ടാണ് തീരുമാനമാകുക എന്നുള്ളതാണ് വിചാരിച്ചിരുന്നത്. ആ ഒരു പോയിന്റ് വരെ കാത്തിരിക്കാൻ ഇസ്രായേൽ തയ്യാറായില്ല. കാരണം ഇസ്രായേലിന് അറിയാം ഞായറാഴ്ച എന്ന് പറഞ്ഞ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ ഇറാൻ തയ്യാറായിരിക്കും. ഇറാൻ തയ്യാറായിരിക്കും എന്ന് പറഞ്ഞാൽ ഇറാൻ എന്തിനും റെഡി ആയിരിക്കും, അവർ കുറച്ചുകൂടെ അലേർട്ട് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പ്രീഎംപ്റ്റീവ് എന്നുള്ള പേരിൽ ഇസ്രായേൽ ഈ ഒരു അറ്റാക്ക് നടത്തിയത്. ഇസ്രായേലിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഇപ്പൊ നടത്തിയതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം നടക്കുകയാണ്. അതായത് യൂനസ് ഇപ്പൊ വീണ്ടും ഷേഖ് ഹസീനയെ തിരിച്ചു തരണം എന്നുള്ള നിലയിലുള്ള ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് അത് സാധിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് മറുപടി യൂനസ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്ക് അങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല, തക്കതായ മറുപടികൾ, റീസണബിൾ എക്സ്പ്ലനേഷൻ തരണം എന്നാണ് യൂനസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യ സൗദിയിലേക്കും UAE-യിലേക്കും കേബിൾ ഇടുകയാണ്. അതായത് അണ്ടർ സീ കടൽ മാർഗമുള്ള കേബിളാണ് സ്ഥാപിക്കുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കയറ്റുമതിയാണ്. എന്ത് കയറ്റുമതിയാണ് കേബിളിലൂടെ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഗ്രീൻ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സോളാർ പാനലുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് സോളാർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി മിഡിൽ ഈസ്റ്റ് ഭാഗത്തേക്ക് കയറ്റി അയക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കേബിൾ സ്ഥാപിക്കുന്നതായിട്ടാണ് പറയുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് കുവൈറ്റിൽ നിന്നുള്ള വാർത്തയാണ്. കുവൈറ്റിൽ ശരിക്കും പ്രവാസികൾക്ക് ഇനി ആരാണോ വിസ തന്നിരിക്കുന്നത് സ്പോൺസറിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി രാജ്യം വിട്ടു പോകാൻ കഴിയുള്ളൂ. പുതിയ നിയമമാണ്. ഇതിനു മുമ്പ് തൊഴിൽദാതാവിന്റെ, അതായത് സ്പോൺസറിന്റെ പെർമിഷൻ ഇല്ലെങ്കിലും നിങ്ങൾക്ക് നാട്ടിലേക്ക് പോയി മടങ്ങി വരാം എന്നുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് തിരുത്തിക്കൊണ്ട് തൊഴിൽദാതാവിന്റെ അഥവാ സ്പോൺസറിന്റെ പെർമിഷൻ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് സ്വന്തം രാജ്യത്തേക്ക് സന്ദർശിച്ചിട്ട് മടങ്ങി വരാൻ പറ്റുള്ളൂ. അതാണ് ഇപ്പോൾ പുതിയ നിയമം. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.